ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹിയർ. ഇന്നൊരു മെഡലിസ്റ്റിനെ പരിചയപ്പെടാം കേട്ടോ. ഞാനൊരു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയെ ജസ്റ്റ് ഒന്ന് കാണിക്കൽ മാത്രമാണ് ചെയ്തത്. ഇതൊരു ആദരിക്കൽ ചടങ്ങ് കൂടിയാണ്. അതായത് വേൾഡ് ക്രോസ്ബോ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2023 ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു സീനിയർ സെക്ഷനിൽ. വിൽഫ്രഡ് സി മാനുവൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ വീടാണ് ഈ കാണുന്നത്. ഇത് ആദരവ് നൽകുന്നത് മറ്റാരുമല്ല, 40 വർഷത്തിലേറെയായി ഫോർട്ട് കൊച്ചിയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവരിപ്പോഴും നല്ല ഐക്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബ്രില്യൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഇതിലെ അംഗങ്ങളാണ് നമ്മുടെ വിൽഫ്രഡ് സി മാനുവലിന് ഉപഹാരം സമർപ്പിക്കുന്നത്. ഒത്തിരി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുന്നത്. ഒത്തിരി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. നല്ലൊരു ട്രെയിനർ കൂടിയാണ് കുട്ടികൾക്ക്. അത് സ്വിമ്മിങ്ങിലും കയാക്ക്, ഒരുപാട് ഐറ്റംസിൽ, ബോക്സിങ് എല്ലാം ഉണ്ട്. ഒത്തിരി കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. വൈഫ് IB വിൽഫ്രഡ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ വടതലയിലെ പുള്ളിയുടെ ഫാമിലിയാണിത്. ഇതുപോലെ ഒത്തിരി കായിക താരങ്ങൾ ഇന്ത്യയിലുണ്ടാവട്ടെ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ടാവട്ടെ. പുള്ളിക്ക് ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ വേളയിൽ ആശംസിക്കുകയാണ്. ഫെബ്രുവരി 3 ഡൽഹിയിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വിൽഫ്രഡും ഇൻ്റർഡൈവ് സ്കൂളിലെ സ്റ്റുഡൻസും പോകുന്നുണ്ട്. വളരെ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റവും സംസാരവും. എവിടെയാ വർക്ക് ചെയ്യുന്നത്? സ്വന്തം സ്ഥാപനമാണ് ഇൻ്റർഡൈവ്. ഇവിടെയുണ്ട്, ദുബായിലുണ്ട്. ഇവിടെ അഡ്വഞ്ചർ സ്പോർട്സ് അക്കാഡമിയാണ്. നെക്സ്റ്റ് ബിൽഡിംഗ് ആണ് അത്. അതായത് ഞാൻ അടുത്താഴ്ച പോകും, ഇടക്കിടക്ക് പോകും. അവിടെ 10 ഡൈവേഴ്സ് ഉണ്ട്, വർക്കേഴ്സ്, ഡൈവിംഗ് വർക്ക്. ഞങ്ങൾ ബുർജ് ഖലീഫ ഉണ്ടല്ലോ, ടോളസ്റ്റ് ബിൽഡിംഗ്, അതിന്റെ ഫൗണ്ടൻ ക്ലീനിങ് ഒക്കെ ഞങ്ങൾ ചെയ്യണതാണ് ലാസ്റ്റ് 10 years ആയിട്ട്. അവിടെ ഡൈവേഴ്സിന് ഇവിടെ ഡൈവിംഗ് പിള്ളേരെ പഠിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയി പല പിള്ളേർ ഇന്നൊരു കൈകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ആ ഒരു റൊട്ടീൻ നടന്നിട്ടില്ല. വേറെ സ്റ്റേറ്റിലെ ആൾക്കാരും ഉണ്ട്, നമ്മളുടെ ഇവിടുത്തെ മാത്രമല്ല. ശ്രീലങ്ക ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, പഞ്ചാബ് ഉണ്ട്. 45 ഡൈവേഴ്സ് ഉണ്ട് അവിടെ. ഒരുപാട് സന്തോഷമുണ്ട്. വളരെയധികം മനോഹരമായ ഒരു സാന്നിധ്യം. ലോക ക്രോസ്ബോ ചാമ്പ്യൻഷിപ്പിൽ കൊച്ചിക്ക് വേണ്ടി, കൊച്ചിക്കാർക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി മത്സരിക്കുകയും നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായ രീതിയിൽ വിജയിക്കുകയും വിജയശീലത്തെ തിരിച്ചെത്തുകയും ചെയ്ത വിൽഫ്രഡ് സി മാനുവൽ ആദരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി കൊച്ചിയിൽ നിറസാന്നിധ്യമായിരുന്ന ബ്രില്യൻ ക്ലബ് എന്ന ബാല്യകാല സൗഹൃദ കൂട്ടായ്മയുടെ ഞങ്ങൾക്ക് തികച്ചും അഭിമാന മുഹൂർത്തമായിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാപകരിൽ പ്രധാനികളിൽ ഒരാളായ ലീഗസിൻ്റെ അടിയനാണ് വിൽഫ്രഡ്. നമ്മുടെ പ്രിയങ്കരിയായ ഗ്ലാഡിസിൻ്റെ ബ്രദറാണ് വിൽഫ്രഡ്. കൊച്ചിക്കാരനാണ് വിൽഫ്രഡ്. ഭാരതത്തിന് അഭിമാനമാണ് വിൽഫ്രഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സന്തോഷത്തിന് ഇരട്ടി മധുരമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും ഇനിയും ഒരുപാട് മത്സരങ്ങൾ പങ്കെടുക്കാനും കൊച്ചിക്കാർക്കും ഭാരതത്തിന് തന്നെയും വീണ്ടും നല്ലൊരു പേര് സമ്പാദിക്കാനും വിൽഫ്രഡിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ
സർവേശ്വരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടിയെന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറിയ ഉപഹാരം സ്വീകരിക്കുന്നതിനായി വിൽപ്പട്ടിനെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കാര്യം ഞാൻ ഈ ക്രോസ്ബോ കോമ്പറ്റീഷനെ ക്രോസ്ബോ മേടിച്ചിട്ട് 6-7 വർഷമായി. പക്ഷെ കോമ്പറ്റീഷന് വേൾഡ് ലെവൽ കോമ്പറ്റീഷന് പോകാമെന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഹോബിയാണ് ഈ അമ്പെയ്ത്തും കണ്ണും ഇങ്ങനെയുള്ള ഡൈവിങ്, കയാക്കിങ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ്. കരാട്ടയിൽ നാഷണൽ ചാമ്പ്യനായിരുന്നു. കേരളത്തിന് വേണ്ടിയിട്ട് 4 വർഷം ചാമ്പ്യനായിട്ടുണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യക്ക് വേണ്ടി ചാമ്പ്യനായിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓൾ ഇന്ത്യയിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഞാൻ ചാമ്പ്യനായിരുന്നു. പക്ഷേ ഇത് വേൾഡ് ലെവലിൽ ഫസ്റ്റ് ടൈമാണ് ആർച്ചറി. എൻ്റെ ഒരു ആഗ്രഹം, നമ്മളിവിടെ ഇപ്പം ഞാൻ 59 വയസ്സുണ്ട്. വെയ്റ്റിൽ വരുമ്പോൾ 60. ഏജ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ്. ഏജ് തന്നെ സൈക്ലിംഗ്, സ്വിമ്മിങ്, ആർച്ചറി എല്ലാ പരിപാടിയുണ്ട്. നടക്കലും പരിപാടിയൊന്നുമില്ല. അത് ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ. വെറുതെ ഇരുന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ ഒരു ജന്മം നമുക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഒരു വ്യക്തികളും ഇവിടെ എന്തെങ്കിലും കാണിച്ചിട്ടായിരിക്കും പോകുന്നത്. നല്ല കാര്യങ്ങൾ അതാണ് എൻ്റെ കൂടുതൽ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഫസ്റ്റ് പ്രൈവറ്റ് റെസ്ക്യൂ ടീമാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ. ആദ്യത്തെ ഫ്രീ സർവീസ്. ദൈവം അനുഗ്രഹം കൊണ്ടുവന്നിരിക്കുന്നൊരു വിശ്വാസമുണ്ട്. കുറേ പ്രയത്നങ്ങളും പ്രയത്നിക്കാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. വിധി എന്ന് പറഞ്ഞ സംഭവത്തിന് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. വിധി എന്നൊക്കെ പറയാൻ മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന സംഭവം. ഒരാളെയും ദൈവം വിധിക്കുന്നില്ല. വിധി എന്നൊരു സംഭവമേ ഇല്ല. ഞാൻ പറയണത്, നമ്മൾ ബ്രേക്കില്ലാത്ത വണ്ടിയായിട്ട് 60 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് അതിനെ വിധി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം, ചെയ്യാനുള്ള ചെയ്യും. ഇത്ര മാത്രമേ. ഇവിടെ നിങ്ങളെല്ലാവരും വന്ന് ഇങ്ങനെ ഒരു നടത്തിയതിൽ വളരെ സന്തോഷം. എല്ലാവരോടും നന്ദി കണക്കാക്കുന്നു. ഇത് വൈഫും മകളും സിസ്റ്ററുമാണ്. ഇത് വില്ലയുടെ ഫാമിലിയാണ്. യോഗ ക്ലാസ്സും സ്വിമ്മിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കതെല്ലാം പോയി കാണാം. ഓക്കെ, സ്വിമ്മിങ് സെക്ഷനാണ്. 3 ദിവസം കംപ്ലീറ്റ് ആക്കുന്നതാണ് പറയുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ പിള്ളേർ വന്നുകൊണ്ടിരിക്കും. അത് നല്ലൊരു ഫീലായിരുന്നു. അവിടെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ചെല്ലുന്നത്. ഇന്ത്യ ഡൈവ് എന്ന് പറഞ്ഞതാണ് പുള്ളിയുടെ സ്വിമ്മിങ്ങിൻ്റെയും കയാക്കിൻ്റെയും പിന്നെ ബോക്സിങ് ഇതെല്ലാം പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ പേര് ഇന്ത്യ ഡൈവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു സ്വിമ്മിങ്. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ഓഫീസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഡൗൺ ടു എർത്ത് ആയിരുന്ന ആള്. വളരെ നല്ല സോഫ്റ്റ് ക്യാരക്ടർ ആയിരുന്നു. ബോക്സിങ്, ക്രാമാക, മാർഷൽ ആർട്സ്. അതിൻ്റെ മുകളിൽ ഇവിടെയുള്ള പിള്ളേർക്ക് അക്കോമഡേഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ ആർച്ചറിയുടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 50 മില്ലുകളൊക്കെ ഓക്കെ. പിന്നെ ബാക്കിയുള്ള ഡൈവിങ്ങിൻ്റെ, സ്വിമ്മിങ്ങിൻ്റെ ഒക്കെ ഐറ്റംസ്, സ്വിമ്മിങ് സ്യൂട്ട്സ് ഒക്കെ അല്ലേ. അതെല്ലാം റെസ്ക്യൂവിനെ കൊണ്ട് യൂസ് ചെയ്യുന്ന ലൈഫ് ജാക്കറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പം എത്ര പിള്ളേരുണ്ട് ടോട്ടൽ ഇവിടെ? എത്ര പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്? ഇപ്പം സ്റ്റിൽ ഇപ്പം എത്ര പിള്ളേരുണ്ട്? ഇപ്പോൾ 9 പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്വിമ്മിങ്ങിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. സ്വിമ്മിങ്ങിൻ്റെ ഇങ്ങനെ കൗണ്ട്ലെസ് 20 ഡേയ്സ് ഇങ്ങനെ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മെമ്പർഷിപ്പ് ഉണ്ട്. 1 year മെമ്പർഷിപ്പ്, 1 month മെമ്പർഷിപ്പ്, 6 months അങ്ങനെ ത്രൂ ഔട്ട് സ്വിമ്മിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരാട്ടയിലും ഷൂട്ടിങ്ങിലും ഇപ്പം 50 ഇപ്പം
എന്തായാലും എല്ലാവർക്കും ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു അന്തരീക്ഷം തന്നെ ഇവിടെ ഉണ്ട്. വന്ന് ജോയിൻ ചെയ്യുക, പഠിക്കുക. ക്ലാസ് റൂംസും ഓക്കെ. നോട്ട്സുകളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഓരോരോ കെട്ടുകൾ. പിന്നെ ജെട്ടി കൺസ്ട്രക്ഷൻ, ഇങ്ങനെയാണ് ജെട്ടികളൊക്കെ ഉണ്ടാക്കുന്നത്. ബോട്ട് ഷിപ്പൊക്കെ നടക്കുന്ന ജെട്ടികളെ. പിന്നെ ഇത് പ്രൊപ്പല്ലർ എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതൊക്കെ ജെട്ടി കൺസ്ട്രക്ഷൻ ഒരു സംഭവമാണ്. പിള്ളേർക്ക് വേണ്ടി അപ്പോൾ ക്ലാസ്സും കൊടുക്കും ഇവിടെ, സ്റ്റഡി ക്ലാസ്സും ഉണ്ടല്ലേ? ഓക്കെ. പ്രാക്ടിക്കലും ഉണ്ടല്ലേ? എന്തായാലും സൂപ്പർ. അപ്പം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു വെരി മച്ച്. കലിക സെക്ഷൻ എന്താണെന്ന് കാണാം, പുറമേക്കാം. അടിപൊളിയായിട്ട് അത് മകളാണ്. എല്ലാം നല്ലൊരു സെറ്റപ്പിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇൻ്റർഡൈവ് എന്നാണ് സ്കൂളിൻ്റെ പേര്. എന്തായാലും നിങ്ങൾക്കെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഏഞ്ചലിനോട് ചോദിക്കാം. മകളാണ് പേര്. ബോക്സിംഗ് പിന്നെ പുറത്തുനിന്ന് ട്രെയിനേഴ്സ് വന്ന് പഠിപ്പിക്കും. വീക്ക്ലി 3 days വെച്ചാണ് ക്ലാസ്. ബോക്സിംഗ് ക്ലാസ്സിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഇത് പഠിപ്പിച്ചു. മാർഷൽ ആർട്സ് വേറെ കാർഡിയോ വർക്കൗട്ട് ചെയ്യാം. പിന്നെ നമ്മളിവിടെ ഫുള്ളി നിർത്തിയിടണം. കുറെ പേരുള്ളപ്പോ കാർഡിയോ വർക്കൗട്ട് ഒക്കെ ചെയ്യാം. ഓ, ജമ്പ് ചെയ്തല്ലേ? ഓക്കെ. പിന്നെ അവിടെ നമ്മൾ കയ്യിലിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. വീണ്ടും ഇന്ത്യക്ക് വേണ്ടി തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.